പിന്നെയും പിന്നെയും ആരോ നിലാവത്തു പടികടന്നെത്തുന്ന പതനിസ്വനം പിന്നെയും പിന്നെയും. ഒരു വീട്ടിലേക്ക് കയറുന്നു, അവിടെ നിന്ന് ഓടുന്നു, അവിടെ ആൾക്കാരെ സംസാരിക്കുന്നു. ഇത് ക്ഷീണാവൂലേ? എന്ത് ഭക്ഷണം കഴിച്ചിട്ടാ ഓടുന്നത്? അപ്പൊ സ്പീഡിൽ കവർ ചെയ്യണ്ടേ? കൈ കൊടുക്കൽ മെയിനാണോ? പിന്നെ അടിക്കാൻ പറ്റുമോ ഒരാൾ? കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു പത്രസമ്മേളനം നടത്തി. ഞാൻ ചെയ്തൊരു കാര്യം പുറത്ത് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ താഴെ കമന്റ് കമോൺ ബ്രോ ചന്ത് കാണിച്ചാലും കുറച്ചു കഴിഞ്ഞാൽ ഞാൻ വെച്ചേനെ അവിടെ. വിശ്വനാഥാണെങ്കിലും ഷാഫി പറമ്പിലൊക്കെ ആണെങ്കിലും ഒരുമിച്ച് ഇങ്ങനെ കാണാറുണ്ട്. പക്ഷെ ആ കൂട്ടത്തിലൊന്നും ചാണ്ടീനെ അങ്ങനെ കണ്ടിട്ടില്ല. ചാണ്ടി എപ്പോഴും ടി വി കാണാറില്ലേ? ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. അണിയറയിൽ പാരടി ഒരുക്കുന്നുണ്ടോ? പാര ഒരുക്കുന്നുണ്ട്. ഞങ്ങൾ മൈക്ക് കാണുമ്പോൾ ആരും തെറി വിളിക്കാറില്ല. മുസ്ലിം ലീഗിന് ഒരു ദിവസം മുന്നേ താക്കോൽദാനം ചെയ്യാൻ പറ്റും. മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തന ശൈലി വേറിട്ട രീതിയിലുള്ള ശൈലിയാണ്. കോൺഗ്രസിന് എന്തുകൊണ്ട് ആ ഫാസ്റ്റ്നെസ്സിലേക്ക് എത്താൻ പറ്റുന്നത്? ഇപ്പം റിപ്പോർട്ടറിന്റെ പോലെ തന്നെ ഏഷ്യാനെറ്റ് പ്രവർത്തിക്കണമെന്നുണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിജയമാണ്. ഈ മരണശേഷമാണ് അദ്ദേഹത്തിന് ഒരു ഇച്ചൂടെ ഒരു കരുത്ത് വന്നെന്ന് പറയുന്നത്. ഇന്റേണൽ ഇലക്ഷൻ സമയത്ത് ഞങ്ങൾ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. യാഥാർത്ഥ്യം രാഹുൽ ഷാഫിയായിട്ട് മാത്രമല്ല ആ സെറ്റുമായിട്ട് മൊത്തം. പരിപാടിയുടെ പേര് പോളി യൂത്ത് എന്ന് പറഞ്ഞ് എന്നെ അല്ലേ ഇരുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ റീലൊക്കെ എടുത്ത് നോക്കുന്ന സമയത്തേ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ചാണ്ടിയുമ്മൻ്റെ കുറേ വൈറൽ കട്ട്സൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ രാത്രി ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന ചാണ്ടി, അതുപോലെ തന്നെ തേങ്ങയൊടച്ച് ഉദ്ഘാടനം നടത്തുന്ന ശരണോയപ്പം എന്നൊക്കെ വിളിച്ചിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന ചാണ്ടി. അപ്പോൾ ഇങ്ങനത്തെ ഈ കട്ട്സൊക്കെ കാണുമ്പോൾ ആരെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ടോ ചാണ്ടി കുറച്ചൊന്ന് ഓവറല്ലേ എന്നിങ്ങനെ ആരെങ്കിലും ചോദിക്കാറുണ്ടോ? ഓരോരുത്തർക്കും അവരുടെ ലൈഫില്ലേ. എൻ്റെ അടുത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോകാൻ പറ്റത്തില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കളിക്കാൻ പോകുന്നു. പിന്നെ തേങ്ങ ഉടച്ചത് സത്യം പറഞ്ഞാൽ അതൊരു പ്ലാൻഡ് ആയിട്ടൊരു സാധനമല്ല. അവിടെ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് തേങ്ങ പറഞ്ഞു, അവർ ശരണം വിളിച്ചു, ഞാൻ അയ്യപ്പാന്ന് വിളിച്ചു. അതിനിപ്പോൾ തെറ്റെന്താ? അതൊരു ഫണ്ണാക്കി അങ്ങെടുത്തു. ഫണ്ണാക്കിയല്ലോ. ഇപ്പം സ്വാഭാവികമായിട്ടും അതൊരു അവിടുത്തെ ഒരു ഉത്സവത്തിന് ആഘോഷത്തിന് മൂടില്ല. കാരണം ആ റോഡ് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് തുറന്നപ്പോൾ നമ്മളൊരു സന്തോഷിച്ചു. ക്രിക്കറ്റ് കളിക്കാൻ പോകാൻ പറ്റത്തില്ല ആർക്കെങ്കിലും പറയാൻ പറ്റും. ക്രിക്കറ്റിൻ്റെ കാര്യം പോയപ്പോഴേ ഇപ്പം നമ്മൾ ഭയങ്കര സെലിബ്രേറ്റ് ആണല്ലോ സഞ്ജുവിൻ്റെ ഒക്കെ പെർഫോമൻസ് വെച്ചിട്ട്. ഭയങ്കര ക്രിക്കറ്റ് ആരാധകനാണോ? എൻ്റെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഡൈ ഹാർഡ് ക്രിക്കറ്റ് ഫാനായിരുന്നു. വെച്ചാൽ വേറെ ഒരു പരിപാടിയില്ല, ക്രിക്കറ്റ് ഉണ്ടെങ്കിൽ അത് മാത്രം. പക്ഷെ പിന്നെ അങ്ങോട്ട് ഇച്ചിരി ഒന്ന് സ്ലോ ആയി. ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോയായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ സ്ഥലമില്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഫ്രണ്ടിലത്തെ റോഡിൽ ദിവസവും ക്രിക്കറ്റ് കളിക്കായിരുന്നു. ഔദ്യോഗിക ഫുൾ ടൈം ക്രിക്കറ്റ്. ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ ആരാ? സച്ചിൻ. ആ സമയത്ത് ഇപ്പോഴും നമ്മൾ. പിന്നെ ഈ റീലിന്റെ കാര്യം പറഞ്ഞ പോലെ ഡാൻസ് ആണ് ഇപ്പൊ മെയിൻ എന്ന് തോന്നുന്നല്ലേ? ഡാൻസിനെ പറ്റി പറഞ്ഞില്ല, അത് ഓവറെല്ലാം ചോദിക്കേണ്ടതായിരുന്നു. അത് ചോദിച്ചില്ല. അതെന്താ ചോദിക്കാത്തത്? ഞാനിങ്ങനെ കാത്തിരിക്കും. അതാ എക്സ്പെക്ട് ചെയ്യും. മറ്റേത് രണ്ടും അത്ര ഓവറാന്ന് പറയാൻ പറ്റത്തില്ല. തേങ്ങ ഉടച്ചത് ഇപ്പം സ്വാഭാവികമായിട്ടും ഒരു ഈ ഡാൻസ് ഇച്ചിരി കൂടി പോയില്ലേ എന്ന് ഒരിക്കലും സംശയം. കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു റീല് സ്ക്രോൾ ചെയ്യുന്നു, അടുത്ത റീല് കഴിയുമ്പോഴത്തേക്ക് ഇത് ചാണ്ടിയുമ്മൻ, ഇത് കഴിഞ്ഞ് അടുത്ത സ്ക്രോൾ ചെയ്ത് എന്റെ അൽഗോരിതത്തിന് എന്ത് പറ്റിയെന്ന് ഞാൻ പഠിച്ചേ ഇവിടെ ഒന്ന് ചോദിച്ചു. എന്റെ ഇന്നലെ മൊത്തം ചാണ്ടിയുമ്മനായിരുന്നു. എന്താ പറ്റി എന്റെ ഇൻസ്റ്റാഗ്രാമിൽ? ഡാൻസ് ചെയ്തതായിരിക്കും അല്ലേ? ഞങ്ങളുടെ ഫെസ്റ്റ് ആയിരുന്നല്ലോ, ഞങ്ങളുടെ പുതുപ്പള്ളി ഫെസ്റ്റ് ആയിരുന്നു. അപ്പം ഞങ്ങളൊരു എൻജോയിങ് മൂഡായിരുന്നു. നിങ്ങൾ പത്രക്കാർക്ക് മാത്രം എൻജോയ്മെന്റ് മതി എന്നാണല്ലോ. ഞങ്ങളുടെ ഒരു പോളിസി. ഉമ്മൻചാണ്ടി സാറിനെ എടുത്തു കഴിഞ്ഞാലേ എല്ലാ വലിയ തിരക്കുകൾക്കിടയിലും എപ്പോഴും പുതുപ്പള്ളി പള്ളിയിൽ പോയി എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോകും എന്ന് കേട്ടിട്ടുള്ള അല്ലാതെ ശരി തന്നെയാണ്. അങ്ങനെ ചാണ്ടി ഉമ്മനെ സംബന്ധിച്ച് അങ്ങനെ എന്തെങ്കിലും സ്ഥിരമായി ഫോളോ ചെയ്യുന്ന എന്തെങ്കിലും? അപ്പൊ പോയി തുടങ്ങിയത് അമ്മ പിടിമുറുക്കിയ പോണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 1977 തൊട്ട് ഒരു 2003 വരെ പോകുന്നില്ല. ഇപ്പോൾ വെച്ചാൽ പോവും റെഗുലറായിട്ട്. 2003 തൊട്ട് പിന്നെ അദ്ദേഹം ഏതെങ്കിലും സമയത്ത് പോകും. ഞാനിപ്പോൾ തുടങ്ങിയ മൂഡായതുകൊണ്ട് എല്ലാ ദിവസവും എപ്പോഴും പോയില്ലെങ്കിലും ഇപ്പം പോകാൻ ശ്രമിക്കും. ഏതെങ്കിലും പള്ളി പോകാൻ ശ്രമിക്കും. അങ്ങനെ സ്ഥിരമായി കൊണ്ടുവന്ന എന്തെങ്കിലും റൊട്ടീൻ ഉണ്ടോ ഈ പള്ളിയിൽ പോയി? ആൾക്കാർ രാവിലെ വരുന്നുണ്ട്. അവരും ഒരു എന്താ പറയുക, അവരെ നമ്മൾ പ്രയോറിറ്റി ആണല്ലോ. മാധവ സേവയാണ് മാനവസേവ, മാനവസേവയാണ് മാധവസേവ. സോ അപ്പോഴേ ആയിരുന്നു കറക്റ്റ് ഞാൻ ഇച്ചൂടെ പറയും. കാരണം നമ്മുടെ ആൾക്കാർ നമ്മളെ എക്സ്പെക്ട് ചെയ്ത് വരുമ്പം അവരെ നമ്മൾ കണ്ടില്ലെങ്കിൽ അതൊരു പ്രശ്നമാണ്. ചിലപ്പോൾ ഞാൻ സൺഡേസ് കാണാതെ എനിക്കൊരു വിഷമമാണ്, അവിടെ കാണാൻ പറ്റിയില്ലോ എന്ന് വിഷമം. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. എങ്ങനെയാ ചാണ്ടിയുമ്മൻ്റെ ഒരു ദിവസം തുടങ്ങുക? രാവിലെ ഞാൻ എൻ്റെ ഫാദറിൻ്റെ
മെമ്മോറിയൽ പോയിട്ട് ഞാൻ തുടങ്ങും. അവസാനിക്കുന്ന അവിടെ തന്നെ കഴിഞ്ഞ ചങ്ങനാശ്ശേരി പോകുന്നു. തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ ഒരു വീട്ടിലേക്ക് കയറുന്നു, അവിടെ നിന്ന് ഓടുന്നു, അവിടെ ആൾക്കാരെ സംസാരിക്കുന്നു, ഓടുന്നു. വീഡിയോ ഒക്കെ വളരെ ബുദ്ധിമുട്ടിയല്ലേ പിന്നാലെ ഓടും. അത് ഓറല്ലേ, അത് ഓറല്ലേ, അത് ചോദിച്ചില്ലല്ലോ. ഞങ്ങൾ റീസെന്റ് ഉള്ള ഓവറുകളാണ്. പഴയ ഓവർ ചോദിക്കുന്നില്ല, ഇപ്പോഴത്തെ ഓവർ. ഞാൻ ആ സമയത്ത് ആലോചിച്ചിരുന്നു ഇത് എങ്ങനെ പറ്റുന്നതെന്ന്. അതായത് ഒരു കണ്ടിന്യൂസ് ഇലക്ഷന്റെ സമയത്ത് എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെ ആയിരിക്കും പ്രചാരണം, പക്ഷെ ഇത് ക്ഷീണാവൂലേ? എന്ത് ഭക്ഷണം കഴിച്ചിട്ടാ ഓടുന്നത്? അപ്പൊ ശരിക്കും എന്തിനാ ഓടുന്നത്? പതുക്കെ പോയി ചോദിച്ചാൽ പോരെ ആൾക്കാരോട്. ഇത് കവർ ചെയ്യണ്ടേ, മാക്സിമം സ്ഥലം കവർ ചെയ്യണ്ടേ. അപ്പൊ എൻ്റെ ഒരു ലക്ഷ്യം മാക്സിമം ഏരിയ കവർ ചെയ്യാനുള്ളൊരു ഓട്ടമുണ്ട്. നമുക്ക് ഇലക്ഷൻ ആകുമ്പോൾ സമയം പരിമിതി ഉണ്ടല്ലോ, മാക്സിമം ഹൗസസ് കവർ ചെയ്യുക എന്നുള്ളതാണ്. അന്നൊക്കെ അങ്ങനെ ഓടുന്ന സമയത്ത് ക്ഷീണമൊന്നും തോന്നിയിട്ടില്ലേ? അല്ല, എനിക്കങ്ങനെ ക്ഷീണമില്ല ആ കാര്യത്തിൽ. കാരണം ഓട്ടമല്ല, നടപ്പാണുമ്പോൾ ക്ഷീണമില്ല. എനിക്ക് 2000 തൊട്ട് ഞാൻ ചെയ്ത കാര്യം. ഇപ്പോൾ ഇതെൻ്റെ 26ാമത്തെ വർഷം. ഈ സെപ്റ്റംബർ ആകുമ്പോൾ 26 വർഷമായിട്ട് ഞാൻ വീട് കയറുന്ന ഒരാളാണ്. എൻ്റെ ഹാബിറ്റ് അപ്പം അപ്പ ഒരു 50 വർഷത്തിലധികം MLA ആയിട്ടുണ്ടായിരുന്ന സ്ഥലത്തേക്കാണ് അപ്പയുടെ വിയോഗത്തിന് ശേഷം ചാണ്ടി വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ആശങ്ക ഉണ്ടായിരുന്നു? അപ്പയെ ജനം സ്വീകരിച്ചതുപോലെ തന്നെയും സ്വീകരിക്കുമെന്ന് ആദ്യമേ തോന്നിയിരുന്നു? അല്ല, ജനങ്ങൾ അത് എന്തോ അവരുടെ സ്നേഹം തുടക്കം തൊട്ടേ തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴ മരണത്തിലും അത് നമുക്ക് മരണശേഷമൊക്കെ നമുക്കൊരു സപ്പോർട്ട് കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയൊരു, കാരണം ഇപ്പം ഞാനിവിടെ എറണാകുളത്ത് വരുമ്പോഴൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് സ്നേഹം കാണിക്കുക, കൈ കാണിക്കുന്നു. കാരണം ഞാൻ അപ്പയുടെ അടുത്ത് എന്നും യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു വിധത്തിൽ പറഞ്ഞാൽ മരണശേഷമാണ് അദ്ദേഹത്തിന് കിട്ടിയൊരു അക്സെപ്റ്റൻസ്. എനിക്ക് കിട്ടുന്ന സ്നേഹം അദ്ദേഹത്തിന് കിട്ടുന്നൊരു അക്സെപ്റ്റൻസ്, ഞങ്ങൾക്ക് കിട്ടുന്നൊരു സ്നേഹം അദ്ദേഹത്തിന് കിട്ടുന്നൊരു അക്സെപ്റ്റൻസ് ആയിട്ടാണ് ഞങ്ങൾ. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിജയമാണ്. ഈ മരണശേഷമാണ് അദ്ദേഹത്തിന് ഇച്ചിരി ഒരു കരുത്ത് വന്നെന്ന് പറയുന്നത് തെറ്റില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ ഈ MLA ആയിരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഭാവിയിൽ ചാണ്ടി ഏതെങ്കിലും ഒരു പൊസിഷനിൽ വന്നാൽ ഇന്ന രീതിയിൽ പെരുമാറണം, അങ്ങനെ എന്തെങ്കിലും ഉപദേശങ്ങളോ കാര്യങ്ങളോ തന്നെ? എല്ലാവരും നല്ല രീതിയിൽ ഇടപെടണമെന്നാണ് എപ്പോഴും പറയുക. അത് നമ്മൾ പാലിക്കാൻ ശ്രമിക്കാറുമുണ്ട്. അപ്പയുടെ എടുത്തതിൽ ഒരു ടിപ്പ് ഉണ്ടോ? അതായത് ഇത് കൊള്ളാം എന്ന് തോന്നിയിട്ട് അത് ഫോളോ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഒരു ക്ഷമ, അദ്ദേഹത്തിൻ്റെ ആളുകളുമായിട്ടുള്ള ഇടപെടൽ. ആൾക്കാരിപ്പം ആരോടും ശത്രുതയില്ല, ആരോടും ഒരു വിഷമമില്ല. അപ്പം അത് കണ്ടുപിടിക്കുന്ന നല്ല കാര്യമാണ്. നമ്മളാരോടും നമുക്കിപ്പം ആരോടും വിഷമം വെച്ച് പുറത്തിട്ട് കാര്യമുണ്ടോ? കാരണം ഷോർട്ട് ലൈഫാണ്. ഷോർട്ട് ലൈഫ് കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടി പൂർത്തിയാക്കി നമ്മൾ തിരിച്ചു പോകും, അല്ലേ? അപ്പോൾ ആ ഒരു കാലത്ത് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ആരോടും ഇപ്പോൾ നമ്മളടുത്ത് ഒരാൾ മോശമായിട്ട് വരും. ഞാൻ ഒരു ബുക്ക് വായിച്ചപ്പോൾ അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഒരാൾ മോശമായിട്ട് പെരുമാറി എന്ന് വെച്ചാൽ ചിലപ്പോൾ അയാളുടെ മോശ ദിവസമായിട്ടുണ്ടായിരിക്കും. ഇപ്പം ആരെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് മോശമായിട്ട് പെരുമാറി, അപ്പോൾ അയാൾക്ക് എന്തോ ഒരു മാനസികമായ വിഷമമുള്ളതുകൊണ്ട്, വിഭ്രാന്തി ഉള്ളതുകൊണ്ട് അതങ്ങനെ ചെയ്യുന്നു. അപ്പോൾ നമ്മളങ്ങനെ അതിനെ കാര്യമാക്കണ്ട. അപ്പം നമുക്കൊരു വിഷമം തോന്നിയാലും നമ്മൾ സ്വയം നിയന്ത്രിക്കുക, അല്ലെങ്കിൽ ക്ഷമ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ. അപ്പോൾ ഒരാൾ വന്നിട്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇതുപോലെ ദേഷ്യപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി എന്നിരിക്കട്ടെ, അപ്പോൾ ചാണ്ടിമോൻ സംയമനത്തോടെ അത് ശ്രമിക്കണം. അതങ്ങനെ ശ്രമിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ പൊളിറ്റിക്സ് എന്നൊരു കാര്യമില്ലല്ലോ, നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ. അതിന്റെ ഭാഗമായിട്ടാണോ പ്രതിഷേധക്കാരായ BJP-കാർക്ക് ക്ഷയിക്കാൻ കൊടുക്കുന്നത്? അല്ല, ഞങ്ങൾ അങ്ങനെ പ്രതിഷേധം കഴിഞ്ഞതിന് ശേഷം ഞാൻ കൈ കൊടുത്തേ. അവിടെ പ്രതിഷേധം കഴിഞ്ഞല്ലോ. പ്രതിഷേധം കഴിഞ്ഞാൽ എൻ്റെ നാട്ടുകാരല്ലേ, അപ്പോൾ അവർ കൈ കൊടുക്കുന്നതിന് അതിനകത്ത് അവരെ അവമാനിച്ചോ അല്ലെ അവരെ കളിയാക്കിയതൊന്നുമല്ല. അവരുടെ പ്രൊട്ടസ്റ്റ് ഉണ്ട്, എനിക്കെതിരെ സംഭവിച്ചു. പക്ഷെ അത് കഴിഞ്ഞ് അവർ മലയാളികളാണ്, എൻ്റെ നാട്ടുകാരാണ്, അവർ കൈ കൊടുത്തത് എന്താ കുഴപ്പം? ഒരിക്കൽ ഈ CPM-കാർ പണ്ട് സെക്രട്ടേറിയറ്റ് വളഞ്ഞു പോലെ ഞങ്ങളുടെ നാട്ടിൽ വന്നു, പുതുപ്പള്ളി MLA-യുടെ വീട് വളയാൻ. അവസാനം അവർ കപ്പയും ബീഫൊക്കെ കഴിച്ചിട്ടാവും. ഇപ്പോൾ ഈ എതിർ പാർട്ടിക്കാരുടെ കാര്യം പറഞ്ഞപ്പോഴേ, ഇപ്പം രാഷ്ട്രീയമായി 2 ചേരിയിൽ നിൽക്കുന്ന ആളുകളാണ് പിണറായി വിജയനും ഉമ്മൻചാണ്ടി സാറും. ചാണ്ടി ഉമ്മൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം അസുഖബാധിതനായ സമയത്ത് പിണറായി വിജയൻ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ രാഷ്ട്രീയത്തിനപ്പുറം പിണറായി വിജയനും ഉമ്മൻചാണ്ടി തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു? അല്ല, തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിനപ്പുറം ബന്ധങ്ങളുണ്ടല്ലോ. ഞാൻ പറയുന്നത് എല്ലാ നാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കലഹിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ രാജ്യങ്ങളാണോ രണ്ട്? നമ്മൾ രണ്ട് എന്താ പറയുക, വ്യത്യസ്തമായ എന്തെങ്കിലും ആൾക്കാരാണോ? നമ്മളിങ്ങനെ ഇടപെടാതിരിക്കാനും സംസാരിക്കാതിരിക്കാനും ഒന്നുമല്ലല്ലോ. അപ്പോൾ നമുക്ക് രാഷ്ട്രീയ എതിർപ്പുണ്ട്, യാഥാർത്ഥ്യം രാഷ്ട്രീയമായി നമ്മൾ എതിർക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അർത്ഥം നമ്മൾ മര്യാദ വിട്ട് പെരുമാറുക, അല്ലെങ്കിൽ നമുക്ക് ബേസിക് ഒരു കേട്ടസി അങ്ങോട്ടും ഇങ്ങോട്ടും ആവണമല്ലോ. ആ കേട്ടസി ഉണ്ടാവണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ, വേറെ ഒന്നുമില്ല. അതിനകത്ത് KPCC വിളിച്ചു, അദ്ദേഹം വന്നു. അതേപോലെ അതിനു മുമ്പ് തന്നെ പല സമയത്തും അപ്പയുടെ ഹെൽത്തിനെ കുറിച്ച് കൺസേൺഡ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഡോക്ടർ
പേര് ഞാൻ പറയുന്നില്ല, പക്ഷേ അദ്ദേഹമായിട്ട് CM-നും പരിചയമുണ്ട്. എൻ്റെ ഫാദറിനെയും അദ്ദേഹം ഇടയ്ക്ക് നോക്കി. അപ്പം നോക്കിക്കഴിഞ്ഞപ്പം CM ഒരു പ്രാവശ്യം കണ്ടപ്പോൾ പറഞ്ഞു, നന്നായിരിക്കുന്നു ഡോക്ടറെ എന്ന് പറഞ്ഞു. ഒരു ആയുർവേദ ഡോക്ടറാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അപ്പം നമ്മളെന്തിനാ അങ്ങനെ പരസ്പരം ഒരു, അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലും ഈ തരത്തിലുള്ള ഒരു എനിമിറ്റി വേണ്ട. ചാണ്ടി ഉമ്മ ഇതുപോലെ ഓപ്പോസിറ്റ് പാർട്ടിയിൽ നിൽക്കുന്ന ഏറ്റവും കൂടുതൽ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഒരു എന്താ പറയുക, ഞങ്ങളുടെ MLA-മാർക്കിടയിലുള്ള സൗഹൃദങ്ങൾ അവരുമായിട്ടുള്ള നമുക്ക് കൂടുതൽ നമുക്കിങ്ങനെ സംസാരിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ. അപ്പോൾ 1-2 MLA-മാരോട്ടൊക്കെ സൗഹൃദമുണ്ട്. ഞാൻ പേര് പറഞ്ഞില്ല, ഇനിയിപ്പോൾ അത് മതി, അടുത്ത ഇപ്പോൾ ഈ MLA-മാരെ കാര്യം പറഞ്ഞപ്പോഴേ നമ്മൾ പലപ്പോഴും നിയമസഭയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള MLA-മാരുടെ വഴക്കുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇപ്പം ശബരിമല കേസിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോറ്റി കയറ്റിയ പാരഡി ഗാനങ്ങൾ ഇങ്ങോട്ട് പാടാൻ പോയിട്ടൊന്നുമില്ലല്ലോ, അങ്ങോട്ട് പാടാനല്ലേ ഉള്ളൂ. അല്ല, മന്ത്രി ശിവൻകുട്ടി അങ്ങോട്ട് തിരിച്ച് പാടിയിട്ടുണ്ടായി. എന്ത് പാടാനാ, പുള്ളി പറയുന്നതൊക്കെ വല്ല അർത്ഥമുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് അവർ പാടുന്നത് കേട്ടാൽ തോന്നുന്നു ഞങ്ങൾ പറിക്കുകയാണ്, ഞങ്ങളാണ് ഇവിടുത്തെ ദേവസ്വം മന്ത്രി, ഞങ്ങളാണ് മുഖ്യമന്ത്രി, ഞങ്ങളാണ് ദേവസ്വം ബോർഡ് ആണോ? അല്ലല്ലോ. പിന്നെ അവർക്ക് എന്തോ പാടാതിരിക്കുന്നത്? അല്ല, അപ്പോഴേ അങ്ങനെ അടി ഉണ്ടാകുന്ന സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാറുണ്ട്, അല്ലെങ്കിൽ ഇവൻ എന്നെ ഇങ്ങനെ പറഞ്ഞത് അപ്പം മിണ്ടണ്ട, അങ്ങനെ ചിന്തിക്കാറുണ്ടോ? അല്ല, കഴിഞ്ഞ സഭയിൽ എനിക്ക് അറിയത്തില്ല. ഈ സഭയിൽ അങ്ങനെ ഒന്നും ഞങ്ങൾ അങ്ങനെ ഇത് കഴിഞ്ഞാൽ ഒരു തർക്കമായിട്ടോ ഒരു ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ ഒരു അങ്ങനെ ഒരു സീരിയസ് മൂഡിലായിട്ട് ഇതുവരെ വന്നിട്ടില്ല. തെരഞ്ഞെടുപ്പിലേക്ക് വന്നാലേ ഇപ്പോൾ ചാണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുടുംബത്തിൽ നിന്ന് ഒരാൾ മാത്രമേ മത്സരിക്കുള്ളൂ എന്ന്. സഹോദരി മത്സരിക്കണമെന്ന് മുന്നോട്ട് വന്നാൽ ചാണ്ടി ഉമ്മൻ മാറിക്കൊടുക്കും. എൻ്റെ അഭിപ്രായത്തിൽ എന്നോടത് പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ ഈ പാലം വന്ന് പോലെ അപ്പം പാലം വരുമ്പോൾ അതിൽ ചാടി കിടന്നാൽ. തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ UDF തന്നെ അധികാരത്തിൽ വരുമെന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെ അധികാരത്തിൽ വന്ന് ചാണ്ടി ഉമ്മനൊരു സീറ്റ് കിട്ടി എങ്കിൽ മന്ത്രിസ്ഥാനത്തേക്കും പരിഗണിക്കുകയാണെന്ന് ഇരിക്കട്ടെ, അങ്ങനെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടല്ലോ ഇന്നേ മന്ത്രിസ്ഥാനം കിട്ടിയ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് തന്നെ ഇപ്പൊ ഈ MLA ആയിട്ട് തന്നെ 2.5 വർഷം ഞാൻ ഒരു ഒത്തിരിയേറെ യാത്ര ചെയ്തു, ഒത്തിരിയേറെ ഞാൻ എഫേർട്ട് എടുത്തു. അപ്പം ഞാനിപ്പോൾ തന്നെ ഇത് തന്നെ ഞാൻ സാറ്റിസ്ഫൈഡാണ്. MLA നിലയ്ക്ക് തന്നെ സാറ്റിസ്ഫൈഡാണ് എനിക്ക്. പക്ഷെ മുന്നണി അധികാരത്തിൽ വരണം എന്നുള്ളതുണ്ട്. മുന്നണി അധികാരത്തിൽ വരാനുള്ള കാറ്റുകളാണോ വീശിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ? 100%. കാരണം എന്തെങ്കിലും ചെയ്യണ്ടേ? 10 വർഷമായി. ഞങ്ങളുടെ 10 വർഷം എന്ന് പറഞ്ഞാൽ 3650 ദിവസം ഒരു സർക്കാരിന് അധികാരത്തിൽ കിട്ടിയിട്ട് എന്താണ് ഇതെല്ലാം കൂടെ ചേർത്ത് ഈ 10 വർഷത്തിനിടയിൽ തുടങ്ങി പൂർത്തിയാക്കിയ ഒരു പദ്ധതി, ഒറ്റ പദ്ധതിയേ ഉള്ളൂ, മദ്യവിതരണം. വളരെ നന്നായി പൂർത്തീകരിച്ച നല്ല പദ്ധതി, അത് ഒരു നല്ല സംസ്കാരമായിട്ട് വളർത്തിയെടുത്തിട്ടുണ്ട്. അഭിനന്ദനങ്ങളാണ് പ്രത്യേകിച്ച്. മറ്റ് പദ്ധതികളൊന്നും അങ്ങനെ വന്നില്ല. എന്താ പദ്ധതി? പിന്നെ പറയുന്നത് വിഴിഞ്ഞം പോർട്ട് തറക്കല്ലിട്ട് ഉമ്മൻചാണ്ടി, പണി തുടങ്ങിയത് ഉമ്മൻചാണ്ടി, ടെൻഡർ വിളിച്ചത്, ടെൻഡർ എടുത്തത് എല്ലാം ഉമ്മൻചാണ്ടി സർക്കാർ. ട്രയൽ റൺ നടത്തിയിട്ടാണ് കൊച്ചി മെട്രോ പോയത്. അതിനുശേഷം എന്താ മാറ്റം വന്നിരിക്കുന്നത് കൊച്ചി മെട്രോയ്ക്ക്? പിന്നെ കണ്ണൂർ എയർപോർട്ട് 90% പണിയും UDF സർക്കാരാണെന്ന് ഈ സർക്കാർ തന്നെ അസംബ്ലി പറഞ്ഞിട്ടുണ്ട്. ഏത് പദ്ധതിയാണ്? പിന്നെ ഇപ്പോൾ ഒരു തുരങ്കത്തിന് കൊണ്ട് ബോംബ് വെച്ചിട്ടുണ്ട്. ബോംബല്ല, സോറി, ബോംബിയോ എന്താ പറയാ, ഒരു പക്ഷേ LDFന്റെ പ്രചരണം ഇരുണ്ടകാലം.com എന്നാണ്. അതായത് 5 വർഷം ഇല്ലാതിരുന്ന വികസനങ്ങൾ, ഇപ്പം കറണ്ടിന്റെ വിഷയമാണെങ്കിലും വിദ്യാഭ്യാസത്തിന്റെ വിഷയമാണെങ്കിലും ഒക്കെ അതിനേക്കാൾ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു 10 വർഷമാണ്. ഇരുണ്ടകാലം.com എന്ന് പറയുന്നത് എന്തുവാ? ഇരുണ്ടകാലം ഉണ്ടാക്കിയതാ. എങ്ങനെ? നമ്മുടെ മല്ലയിൽ ശ്രീധരനാരെ പോലുള്ളവരെ കൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ പുതിയ യാത്ര വന്നപ്പോൾ ഞാൻ കാണിച്ചു, മല്ലയിൽ ശ്രീധരനാരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ മുഖ്യമന്ത്രിയുടെ പേര് എഴുതി ചേർത്തിരിക്കുക. അപ്പം അങ്ങനെയുള്ള ഇരുണ്ടകാലം ഉണ്ടാക്കി ചേർത്തതല്ലേ. അപ്പം ഇരുണ്ടകാലം വീണ്ടും ഉണ്ടാക്കും എന്ന് പറയുന്നതിന് അർത്ഥം എന്താ പറയുക? അടുത്ത UDF മുഖ്യമന്ത്രി ഇതേപോലെ കൊടുക്കുമെന്നാണ്. ഇരുണ്ടുകാലം ഞങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഇവർ പറഞ്ഞു വരുന്നത്. കാരണം ഇവരെ ഉണ്ടാക്കിയതിന് മുമ്പ് ഇനി ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞു. 10 വർഷം ഒന്നും കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞല്ലോ. പിന്നെ ഇപ്പോൾ UDF വന്നാൽ ആദ്യം ചെയ്യാൻ പോകുന്ന 3 കാര്യങ്ങൾ എന്തായിരിക്കും? അതിപ്പം UDFന്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ UDFന്റെ പ്രതിപക്ഷ നേതാവിനോടും KPC പ്രസിഡന്റിനോട് ചോദിക്കണം. ഞാൻ പറയാൻ ആളല്ല, ഞാൻ പറഞ്ഞോട്ട് നടക്കണമൊന്നുമില്ല. ഞാൻ ഇതിനകത്ത് ഒരു ഇപ്പോഴത്തെ സിറ്റിംഗ് MLA എന്നുള്ള രീതിയിൽ കാണുന്ന പ്രധാനപ്പെട്ട ഫസ്റ്റ് സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യം ഈ മൈഗ്രേഷനാണ്. അർജൻറ്റ് എന്താ പറയുക, ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട പരിപാടി ഇതാണ്. കാരണം ഇത് പണ്ടത്തെ പോലല്ല.
സ്ഥിരമായി പോവുകയാണ്, തിരിച്ചു വരുന്നില്ല. നമ്മുടെ നാടിനാണ് നഷ്ടം. ഉം. പോയവരൊക്കെ തന്നെ നമുക്ക് നഷ്ടമാണ്, ഇനിയും പോകാൻ പോകുന്നൊരു നഷ്ടമാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിൽക്കുവാനും നമ്മുടെ നാട്ടിൽ തൊഴിലെടുക്കാനും തല ഉയർത്തി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കുകയാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അതുപോലെ തന്നെ നമ്മുടെ റെയിൽ ഫെസിലിറ്റി, ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫെസിലിറ്റി വെച്ച് തന്നെ ഹൈ സ്പീഡ് റെയിൽ നടത്താമെങ്കിൽ അത് നടത്തുക, അതാണ്. നല്ലതിന് നമ്മൾ നല്ലതെന്ന് എന്ന് തന്നെ പറയണല്ലോ. അപ്പോൾ ഈ 10 വർഷത്തിനുള്ളിൽ ചാണ്ടി ഉമ്മൻ നോട്ട് ചെയ്ത എന്തെങ്കിലും, ഈ സർക്കാർ ചെയ്തത്, ഈ പദ്ധതി കൊള്ളാം എന്ന് തോന്നിയ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് പറയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും അങ്ങനെ ഇല്ല. എനിക്ക് വലിയ ആഗ്രഹം നല്ല പറഞ്ഞ ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാർ ഒത്തിരി നല്ലത് പറയണമെന്നുണ്ട്, പക്ഷെ ഇവിടെ തന്ന ആമ വളർന്ന കേന്ദ്രമാണ്. എങ്ങനെ നല്ലത് പറയും? നമ്മളെ കളിയാക്കുന്ന പോലല്ലേ. എയിംസ് ചോദിച്ചു, എല്ലാ ജില്ലയിലും വാഗ്ദാനം ചെയ്തു, അവസാനം കിട്ടിയില്ല. എയിംസ് എങ്ങനെ തരണ്ടേ? എയിംസ് വേണേൽ തരായിരുന്നു, അല്ലെങ്കിൽ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഗവൺമെൻറ് നല്ല കാര്യം കേട്ടോ. ഏതാ സെൻട്രൽ ഗവൺമെൻറ് ചെയ്യുന്ന നല്ലൊരു കാര്യമാണ് ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, നല്ല കാര്യമാണ്. പക്ഷെ പ്രശ്നം എവിടെയാ? കേരളത്തിൽ തന്നിട്ടില്ല. ആയുർവേദത്തിൻ്റെ ഈറ്റിലും ഏതാ? കേരളം. ഇപ്പോൾ കേരളത്തിലെ തുടങ്ങണ്ടേ? അതെന്താ തുടങ്ങാത്തെ? അത് കഴിഞ്ഞ് വേണമെങ്കിൽ ചെയ്യാവുന്നൊരു കാര്യം ഇൻ്റഗ്രേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവരാം. ഇതെല്ലാം ചേർത്ത് നമുക്ക് എല്ലാ മെഡിസിൻ സിസ്റ്റവും ചേർത്ത് ചെയ്യാം. എന്താ ചെയ്യാൻ സാധിക്കാത്തത്? അത് പോട്ടെ, ഞാൻ ചോദിക്കുന്നത് കേരളത്തിന് എന്താ ഗവൺമെൻറ് തരാത്ത ഈ കാര്യങ്ങളൊക്കെ? നമ്മൾ നല്ലത് പറയത്തില്ലേ? പക്ഷേ കേന്ദ്ര സർക്കാർ എങ്ങനെയാണോ കേരളത്തിനോട് പെരുമാറുന്നത്, കേരള സർക്കാർ എങ്ങനെയാണ് പ്രതിപക്ഷത്തെ MLA-മാരോട് പെരുമാറുന്നത്, പിന്നെ എങ്ങനെ നല്ലത് പറയും? ഏറ്റവും ജനകീയമായിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ വേണ്ടി വയനാട് ടൗൺഷിപ്പ് ഒക്കെ ഉണ്ട്. നിങ്ങൾ പറയുന്നതിന് മുന്നേ ടൗൺഷിപ്പ് യാഥാർത്ഥ്യമായി പൂർത്തിയായത് ഈ ഇലക്ഷൻ അനുബന്ധിച്ച് കുഴപ്പമില്ല, വെച്ചല്ലോ, അത്രയെങ്കിലും ബാക്കി. കോൺഗ്രസിന്റെ വീടുകൾ ഇനിയിപ്പോ വരിക സർക്കാരിന്റെ എപ്പോഴാ വന്നേ? അതുകൊണ്ട് അതും കഴിഞ്ഞിട്ട് സർക്കാരിന്റെ എപ്പോഴാ വന്നേ? ഓക്കെ, സർക്കാർ അതിനകത്ത് കർണാടകത്തിന്റെ ഫണ്ടില്ലേ, കർണാടക ഗവൺമെന്റ് ഫണ്ടില്ലേ? സ്വാഭാവികം നമ്മുടെ സമയം എടുത്ത് മുഖ്യമന്ത്രിയുടെ CMDRF നമ്മുടെ എല്ലാവരുടെയും പണമുണ്ട്, ജനങ്ങൾ മൊത്തം ജനങ്ങളുടെ പണമുണ്ട്. അപ്പൊ എന്താ പ്രചരിപ്പിച്ച്? അപ്പോഴും പ്രചരിപ്പിച്ച് കഴിഞ്ഞ ദിവസമൊക്കെ വാർത്ത എന്താ, ഞാൻ ഉൾപ്പെടെ MLA-മാര് കൊടുത്തില്ല എന്ന് പറഞ്ഞ് വ്യാജ വാർത്ത ഇറക്കി. ആരാ ഇറക്കുന്നത്? നിലവാരം ഇല്ലാത്ത പ്രവർത്തനമല്ലേ ഇതൊക്കെ? അല്ല, ഇപ്പം പറഞ്ഞല്ലോ ഇത്രയും ടൈം എടുത്തിട്ടാണ് സർക്കാർ ചെയ്തത്. അപ്പൊ അതിന് മുമ്പേ കോൺഗ്രസിനെ വെച്ചുകൊടുത്തൊരു മാതൃക സൃഷ്ടിക്കാമായിരുന്നില്ലേ? ഞാൻ പറഞ്ഞു അത് അത്ര എളുപ്പമുള്ള കാര്യമാണോ? അതുകൊണ്ടായിരിക്കുമല്ലോ സർക്കാരിന് എളുപ്പമാണ്. സർക്കാരിന് എന്താ ചെയ്യാൻ പറ്റാത്തെ? സർക്കാരിന് ചെയ്യാൻ സർക്കാരിന്റെ വീടുകൾ വരുന്നതിന് ഒരു ദിവസം മുന്നേ മുസ്ലിം ലീഗിന്റെ വീടുകളുടെ ഇത് താക്കോൽദാനം കഴിഞ്ഞു. സർക്കാരിന് ചെയ്യാൻ താമസമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പാർട്ടിക്ക് അതിൻ്റെ താമസം വന്നു കാണും. അപ്പൊ അതിന് സ്ഥലം കിട്ടും. മുസ്ലിം ലീഗിന് ഒരു ദിവസം മുന്നേ താക്കോൽദാനം ചെയ്യാൻ പറ്റും. മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തന ശൈലി വേറിട്ട രീതിയിലുള്ള ശൈലിയാണ്. കോൺഗ്രസിന് എന്തുകൊണ്ട് ആ ഫാസ്റ്റ്നെസ്സിലേക്ക് എത്താൻ പറ്റുന്നില്ല? ഇപ്പം റിപ്പോർട്ടറിന്റെ പോലെ തന്നെ ഏഷ്യാനെറ്റ് പ്രവർത്തിക്കണമെന്നുണ്ടോ? അങ്ങനെ കിടക്കാൻ ഒരു സ്ഥലം പോലും ഇല്ലാതെ ജീവിതം മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ള ആശങ്കയിൽ നിൽക്കുന്ന ജനങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഈ പറയുന്ന വാഗ്വാദങ്ങളൊക്കെ വിലപ്പോവോ? അവർ മനസ്സിലാക്കുമല്ലോ. സ്വാഭാവികമായിട്ടും നമ്മുടെ പരിമിതിക്കുള്ളിൽ നമ്മൾ ചെയ്യുന്നു. തറക്കല്ലിട്ട് കഴിഞ്ഞു, അതിന് പണി തുടങ്ങുകയും ചെയ്യും, സംശയമില്ല. ഇപ്പം ഞാൻ 50 വീട് ചെയ്തുകൊണ്ട് അറിയാം എനിക്ക് എൻ്റെ ബുദ്ധിമുട്ട്. ഞാൻ 2 വർഷം കൊണ്ടാണ് 50 വീട് 47 തീർക്കുന്നത്. പക്ഷേ കോൺട്രാക്ടർമാരുടെ പ്രശ്നങ്ങളുണ്ട്, സ്ഥലത്തിൻ്റെ പ്രശ്നമുണ്ട്, അവിടെ ചെല്ലുമ്പം സ്ഥാനം മാറ്റേണ്ട പ്രശ്നങ്ങളുണ്ട്, ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്. സ്വാഭാവികമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് അത് ചെയ്ത്, പക്ഷേ അതിൻ്റെതായ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അതിൽ ഞാൻ ജീവിക്കാൻ സാധിക്കും. കാറ്റ് UDF-ന്റെ ഭാഗത്തേക്കാണെന്ന് പറയുന്ന സമയത്തും ഇപ്പം സണ്ണി ജോസഫിന്റെ സഹോദരൻ BJP-യിലേക്ക് പോവാണെന്നുള്ള തരത്തിലുള്ള ആ ഒരു പ്രസ്താവന ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ മനുഷ്യൻ. ഓക്കെ, സണ്ണി ജോസഫിന്റെ അനിയൻ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കുടുംബ രാഷ്ട്രീയം വളർത്തുന്നേ. സണ്ണി ജോസഫിന്റെ അനിയൻ പോയെന്ന് പറഞ്ഞു. സണ്ണി ജോസഫിന്റെ അനിയൻ ആരാ? രശ്മി പോയതോ? രശ്മി അവരുടെ സ്റ്റാൻഡ് എടുത്ത് അവര് പോയെന്നല്ലാതെ ഞങ്ങളുടെ പാർട്ടിയിൽ എന്താണ് അവർക്കുള്ള പ്രാധാന്യം പറ? അല്ല, കൊട്ടാരക്കരയിലെ രശ്മി നിങ്ങളുടെ മുൻ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു UDF-ന്റെ. സ്ഥാനാർത്ഥിയാണ്, ഞാൻ എഗ്രി ചെയ്തു. സ്ഥാനാർത്ഥി ആയതുകൊണ്ട് അവർക്ക് പോകാൻ അവകാശമില്ലാന്നുണ്ടോ? അവർ പോട്ടെ. അതിൻ്റെ അർത്ഥം ഒരു വ്യക്തി പോയോണ്ട് ഒരു പ്രസ്ഥാനം പോയെന്നാണോ? ഇവിടെ കനപ്പെട്ട ഏത് നേതാവ് പോയി? പക്ഷെ നേതാക്കള് പോകുന്നില്ലെങ്കിലും അണികൾ പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന ഏത് അണിയാ പോയിട്ടുള്ളേ? അല്ല, ഇവരൊക്കെ നിങ്ങളുടെ വർക്കേഴ്സ് ആയിരുന്നല്ലോ. ഒരു വർക്കർ പോയോണ്ട് മൊത്തം വർക്കേഴ്സും പോയെന്നോ? പാർട്ടി മാറുന്നതൊക്കെ സ്വാഭാവികം. ചില സ്ഥലത്ത് ആൾക്കാര് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ 2 മക്കൾ പോയിട്ടുണ്ട്. ഇപ്പം AK ആന്റണിന്റെ മകൻ പത്മജ വേണുഗോപാൽ. ഞാൻ പറയുന്നത് അവർക്ക് സ്വാതന്ത്ര്യമില്ല പോകാൻ. അവര് പോയിക്കോട്ടെ. അവര് പോകുന്നതല്ല വേറെ ആരും കൂടുതൽ പോകുന്നുണ്ടോ?
അപ്പോൾ അപ്പുറത്തുനിന്ന് ഈ പൈഷാപ്പൂറ്റി ഇങ്ങോട്ടേക്ക് വന്നല്ലോ, അതിനൊക്കെ നിങ്ങൾ വലിയ രീതിയിൽ ഹൈപ്പ് കൊടുത്ത് കൊണ്ടുവരികയും, പക്ഷേ ഇവിടെ നിന്ന് ആള് പോകുമ്പോൾ അതൊക്കെ സ്വാഭാവികമെന്ന് പറയുന്നതിൽ ഒരു പൊരുത്തക്കേടില്ലേ? കോൺഗ്രസ് എന്ന് പറഞ്ഞ വലിയൊരു പ്രസ്ഥാനം. കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൽ പല ഷെയ്ഡ്സ് ഓഫ് വ്യൂ ഉണ്ട്. ഇപ്പോൾ BJP പോലല്ല, BJPക്ക് അത് ഒരു ഷെയ്ഡേ ഉള്ളൂ, CPM അത് ഒരു ഷെയ്ഡേ ഉള്ളൂ. കോൺഗ്രസിനകത്ത് എല്ലാ ഷെയ്ഡ്സ് ഓഫ് വ്യൂ ഉണ്ട്. അങ്ങനെ പല ആൾക്കാർ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞാൽ ശരിക്കും ഒരു സംഘടനാ ചട്ടക്കൂടുള്ള പാർട്ടിയല്ല, അത് യാഥാർത്ഥ്യമാണ്. അതിനകത്ത് കേഡർ പാർട്ടിയല്ല എന്നാണ് എൻ്റെ അർത്ഥം. അതൊരു വലിയൊരു മൂവ്മെൻറ്റാണ്. ആ മൂവ്മെൻറ്റിൽ 1-2 പേര് പോയെന്ന് പറഞ്ഞ ഒരു പ്രശ്നമില്ല. ഇപ്പം പണ്ട് കോൺഗ്രസ് പിളർന്നിട്ടുണ്ട്. അങ്ങനെ പിളർന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ പറയുക ഒരു പ്രശ്നം ഉണ്ടാകുന്നത് പറയുക. അല്ലാതെ ഇൻഡിവിജ്വൽസ് പോകുന്നത് അവർക്ക് ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ പോയവരുടെ അവസ്ഥ എന്തായി? ടോം വടക്കൻ കേൾക്കുന്നുണ്ടോ? അനിൽ ആൻ്റി ആണെങ്കിലും കേരളത്തിൽ കേൾക്കുന്നുണ്ടോ? പക്ഷെ അപ്പോഴും നിൽക്കുന്നൊരു നെറേറ്റീവ് എന്ന് വെച്ചാൽ ഇപ്പം മൊത്തത്തിൽ ഇന്ത്യയുടെ മൊത്തം രാഷ്ട്രീയത്താലും പല സ്ഥലങ്ങളിൽ നിന്നും കോൺഗ്രസ്സുകാർ BJPയിൽ പോകുന്നു. അപ്പം LDF നടത്തുന്ന പ്രചരണങ്ങൾ നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്താലും നാളെ അവർ BJPയിലേക്കാണ് പോകുന്നത്, അപ്പം നിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യുന്നത് പോലെയാകും എന്നുള്ള നെറേറ്റീവാണ് അവരുണ്ടാക്കുന്നത്. CPM-കാരെ കണക്കെടുത്താലോ? ഞാൻ അവരോട് ആ നെറേറ്റീവ് തിരിച്ചു ചോദിക്കുക. CPM-ലേക്ക് പോയ BJP ഇപ്പം മുൻ MLA ഇടുക്കിയെന്ന് ഒരാൾ പോയില്ലേ? അങ്ങനെ എത്ര പേര് പോയിട്ടുണ്ട്? നിങ്ങളാ കുഴപ്പമുണ്ടാക്കുന്നത്, മാധ്യമങ്ങളാ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇവര് പോകുന്നു, അത് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അല്ല, അവര് പോകുന്ന വലിയ സംഭവമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. പോകുന്ന റിപ്പോർട്ട് വലിയ സംഭവമല്ല, വലിയ സംഭവമല്ല. A.K. ആന്റണി സാറിന്റെ മകൻ പോയത് വാർത്തയാക്കേണ്ടതില്ല എന്നുള്ള നിലപാടിലാണ്. നിങ്ങൾ വാർത്ത കൊടുക്കുമല്ലോ സ്വാഭാവികം. പക്ഷെ ഇത്ര വലിയ വാർത്തയാക്കി കൊടുത്ത് ഇത് കോൺഗ്രസ് തകർന്നു എന്ന രീതിയിൽ പറയേണ്ടതാ പറഞ്ഞത്. നിങ്ങൾ പറയുന്ന കേട്ട കോൺഗ്രസിന്റെ എല്ലാം പോയി ഇനി KPCC അടച്ചു കൂട്ടി പോയാൽ മതി എന്നുള്ള മട്ടിലാണ് സംസാരിക്കുന്നത്. അതല്ലാന്ന് പറഞ്ഞത്. A.K. ആന്റണി ആണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും നല്ല സൗഹൃദം കാത്തു സൂക്ഷിച്ച ആളുകളാണ്. അപ്പോൾ ആ സൗഹൃദം നിങ്ങൾ മക്കൾക്കിടയിൽ ഉണ്ടായിരുന്നു? അനിലും ചെറുപ്പം തൊട്ട് ഒരുമിച്ച് കളിച്ചു വളർന്ന്, ക്രിക്കറ്റൊക്കെ കളിച്ചു വളർന്നവരാ. അപ്പോൾ അങ്ങനെ അടുപ്പം ഉണ്ടായിരുന്നു. പക്ഷെ ഈയിടെയായിട്ട് അങ്ങനെ പോയതിനു ശേഷം വിളിച്ചിരുന്നോ? കമ്മ്യൂണിക്കേഷൻ ഇല്ല. അത് ഈ പാർട്ടി മാറ്റത്തിൽ നിന്നുണ്ടായ ഒരു വൈരുദ്ധ്യം അങ്ങനെ പറയാവോ? അല്ല, അങ്ങനെ കാണുന്ന അവസരങ്ങളില്ല, കുറവാണ്. ഇടയ്ക്ക് കണ്ടു. എൻ്റെ ഇലക്ഷൻ സമയത്ത് അതെ BJPയുടെ സ്ഥാനാർത്ഥിയോടൊപ്പം വന്നപ്പോൾ ഞാൻ ഇറങ്ങി കൈ കൊടുത്തു. ഞാൻ നോമിനേഷൻ കൊടുത്ത് തിരിച്ചു വരുമായിരുന്നു. ഇവർ വന്നപ്പോൾ ഞാൻ കൈ കൊടുത്തു. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുള്ളൂ. ഈ കൈ കൊടുക്കൽ മെയിൻ ആണോ? പിന്നെ അടിക്കാൻ പറ്റുമോ ഒരാളെ കണ്ട? ഇപ്പം പൊതുവേ നമ്മൾ ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കളെയൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ പലരെയും ഒരുമിച്ച് ഇങ്ങനെ കാണാറുണ്ട്. ഇപ്പം PC വിശ്വനാഥ് ആണെങ്കിലും ഷാഫി പറമ്പിലൊക്കെ ആണെങ്കിലും ഒരുമിച്ച് ഇങ്ങനെ കാണാറുണ്ട്. പക്ഷെ ആ കൂട്ടത്തിലൊന്നും ചാണ്ടീനെ അങ്ങനെ കണ്ടിട്ടില്ല. ചാണ്ടി എപ്പോഴും അങ്ങനെയില്ല, ആ രീതിയിലേക്ക് എപ്പോഴും അവരെ കാണുന്ന രീതിയിൽ കണ്ടില്ല. ചാണ്ടി എപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒറ്റയാനാണല്ലോ, ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കാൻ ഓരോ കഥകളുണ്ടാക്കുക. അല്ല, അങ്ങനെ പോവാൻ ഇഷ്ടമുള്ള ആളാണോ എന്ന് ഞാൻ ചോദിക്കുകയായിരുന്നു. പുതിയ നെഗറ്റീവ് വന്നിരിക്കുക. ഇത് ഇത്ര നാളും ഇല്ലാത്തൊരു സാധനം വന്നിരിക്കുക. ഒറ്റയ്ക്ക് നടക്കുന്നു. അല്ല, അങ്ങനെയൊന്നും ഇല്ല. മൊത്തം എല്ലാവരുമായിട്ട് നല്ല ഇപ്പൊ എങ്ങനെ നടക്കണമെന്ന് തീരുമാനിക്കണോ? ആരോട് തിരിക്കണം, എങ്ങനെ ഇരിക്കണം, ഇതൊക്കെ മാധ്യമ ഡിക്റ്റേറ്റർഷിപ്പ്, മീഡിയ ഡിക്റ്റേറ്റർഷിപ്പ്. അല്ല, അപ്പം പൊതുവെ നമ്മൾ അങ്ങനെ കാണുന്ന റീൽസിലൊന്നും അങ്ങനെ കാണാറില്ല. അതോടെ ഞാൻ ചോദിച്ചത്. കണ്ടിട്ടില്ല. അല്ല, ഇപ്പം ഞങ്ങൾ അങ്ങനെ യോജിച്ച് പ്രവർത്തിക്കേണ്ട സാഹചര്യം കുറവല്ലേ. ഞാനൊരു വെറും പ്രവർത്തകനാണ്, ഞാനൊരു MLA മാത്രമാണ്. അപ്പം എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എൻ്റെ വർക്കുമാണ്. അപ്പോൾ അവർ പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരാണ്. അപ്പോൾ അവരൊരുമിച്ച് വർക്ക് ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇപ്പം ഞാൻ പാർട്ടിയുടെ ഭാരമായി വരുമല്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വരാത്തത്. LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം വലിയ രീതിയിൽ ആൾക്കാരുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടുന്നു. ഒന്ന് വേടന്റെ പാട്ടിറങ്ങി, പിന്നെ നടി ഭാവന അഭിനയിച്ച ഒരു PR വർക്ക് ഇറങ്ങി, പിന്നെ ഇപ്പോൾ LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ടാഗ് ലൈനോട് ഇപ്പോൾ ഈ കുറച്ച് സമയത്തിനുള്ളിൽ അങ്ങനെ ഒരു സംഭവം വന്നു. UDFന്റെ ഭാഗത്ത് അങ്ങനെ ആളുകൾ ശ്രദ്ധിക്കുന്ന രീതിയിൽ PR വിശ്വസിക്കുന്നില്ല. ജനങ്ങളിലാണ് ഞങ്ങളുടെ വിശ്വാസം. മുമ്പ് മോഹൻലാലും ഉമ്മൻചാണ്ടിയും തമ്മിൽ ഇരുവർ എന്നുള്ള പേര് തന്നെയുള്ള അഭിമുഖം ഇറങ്ങിയിരുന്നുണ്ടല്ലോ. അത് 2008 അദ്ദേഹം പ്രതിപക്ഷമായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ക്രിസ്മസിന്റെ ഒരു പരിപാടിയാണ്. അതേ പേരിൽ ഇറക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും ആഗ്രഹം കാണുമായിരിക്കും. വേറെ പേര് പോലും കിട്ടുന്നില്ല. കാര്യമില്ല. അങ്ങനെയാണോ? PR കാര്യമില്ല. ഈ പ്രാവശ്യം PR അല്ല, എന്ത് ചെയ്താലും ശരിയാ, ജനങ്ങൾ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. അതാണ് പഞ്ചായത്തിൽ കണ്ടത്. ഞങ്ങൾക്ക് ജനങ്ങളുടെ വിശ്വാസം. ഈ ഗവൺമെൻറ് ചെയ്ത ദുർചെയ്തികൾ ജനങ്ങളുടെ മനസ്സിലുണ്ട്. ശബരിമല തൊട്ടവരാണ്, അത് തൊട്ട് എല്ലാവരുടെ മനസ്സിലും ഓർമ്മയുണ്ട്. ആരും മറന്നിട്ടില്ല. പോറ്റിയെ കയറ്റിയതും മറന്നിട്ടില്ല, ഇപ്പം ഇറക്കിയതും മറന്നിട്ടില്ല. അത് റിഫ്ലക്റ്റ് ചെയ്യും ഇലക്ഷൻ. തദ്ദേശത്തിൽ നിങ്ങൾ സ്വർണ്ണക്കൊള്ള ആയുധമാക്കി പ്രധാനമായിട്ട്, അത് ഇപ്പോഴും അത് തന്നെ ഫലിക്കും എന്ന് തോന്നുന്നുണ്ടോ? 100%
ഇത് ജനമനസ്സിൽ ഇതുള്ള കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഉയർത്താൻ പോകുന്ന വിഷയങ്ങൾ ഏതൊക്കെയായിരിക്കും? ഒന്ന് ശബരിമല തന്നെയാണ്. കാരണം ശബരിമല എന്ന് പറഞ്ഞാൽ കോടാനുകോടി ആളുകളുടെ ആശ്രയമാണ്, സങ്കേതമാണ്. അവിടെ തൊട്ടത് ആരാണ്? അവരെ തൊട്ടവരെ ഇറക്കിയത് ആരാണ്? ഇപ്പോൾ തന്ത്രിയെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണ്ടേ? ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരാളെ പിടിച്ച് ജയിലിലിട്ടാൽ അതിന് ഉത്തരവാദിത്വം സർക്കാർ പറയണ്ടേ? SIT പറയണ്ടേ? SITയുടെ പുറത്ത് ആരാണ് കടിഞ്ഞാണിട്ടിരിക്കുന്നത്? ഇതൊക്കെ ചോദ്യങ്ങൾ ഉത്തരം പറയേണ്ടി വരും. ഇപ്പം റീസെൻ്റ്ലി വീണ ജോർജുമായി ബന്ധപ്പെട്ട ഇഷ്യൂ വന്ന സമയത്ത് വീണ്ടും ഉമ്മൻചാണ്ടി സാറിന് പണ്ടുണ്ടായിട്ടുള്ള ഒരു അനുഭവത്തെക്കുറിച്ച് ഭയങ്കരമായിട്ട് ഇപ്പം ചാണ്ടി ഉമ്മൻ തന്നെ കവർ പേജൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു അറ്റാക്ക് ഉമ്മൻചാണ്ടിക്ക് നേരെ ഉണ്ടായ സമയത്ത് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടുകൾ? നമ്മളെ സംബന്ധിച്ചൊരു ഷോക്കായിരുന്നു അങ്ങനെ സംഭവിച്ചു എന്ന് കേട്ടപ്പോഴേ. ഞാനന്ന് ഡൽഹിയിലായിരുന്നു. ഡൽഹി ഞാൻ തിരിച്ചു വരികയും ചെയ്തു. കാരണം അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ അങ്ങനെ സംഭവം. നമ്മൾ അദ്ദേഹത്തിന് നെഞ്ചിൽ ഇപ്പോഴും ഒരു മുറിവുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. അതേപോലെ തലയിലും ഈ കുപ്പിച്ചില് വീണിട്ട് ഇതായി. ഇതാവുമ്പോൾ ഇതൊക്കെ പ്രതീക്ഷിക്കണം. അന്ന് പക്ഷെ അദ്ദേഹം അത് വളരെ കാമായിട്ടാണ് അന്ന് ഡീൽ ചെയ്തത്. ഒരു ബഹളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ കുഴപ്പമില്ലാന്ന് പറഞ്ഞു, പോയി ചികിത്സ തേടി. അതുപോലെ വളരെ കാമായിട്ട് ഡീൽ ചെയ്യുന്ന അദ്ദേഹം മരിച്ച സമയത്ത് അതിനുശേഷം ചാണ്ടിയുമ്മൻ വരുന്നുണ്ട്. അപ്പം ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ മരണം ഉൾക്കൊള്ളാൻ അന്ന് നമ്മൾ വളരെ വൈകാരികമായിട്ടുള്ള ഒരുപാട് നിമിഷങ്ങൾ, ഇപ്പോൾ ടി വിയിലൊക്കെ ആ സമയത്ത് അത് കാണുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ കരഞ്ഞു പോകുന്ന ഒരുപാട് നിമിഷങ്ങളുണ്ട്. കേരളം മുഴുവൻ കരഞ്ഞ കുറച്ച് ദിവസങ്ങളായിരുന്നു ആ 3 ദിവസം. അതിനുശേഷം ഇതുപോലെ ജനങ്ങൾ എപ്പോഴും പറയുന്ന കേട്ടിട്ടുള്ളത് പുതുപ്പള്ളിയിലെ വീട് എപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുന്ന വീടാണ് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? തീർച്ചയായിട്ടും എപ്പോഴും അദ്ദേഹത്തിൻ്റെ അതേ രീതികൾ കണ്ടിന്യൂ ചെയ്തു പോകുന്ന? ഞാൻ അവിടെ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഇപ്പം 2ാമത്തെ വീടാണ്. അവിടെ ആൾക്കാരെപ്പോഴും സ്വാഗതമാണ്. ആൾക്കാരെ പരമാവധി കാണാൻ ശ്രമിക്കും. അദ്ദേഹത്തെ പോലെ ആർക്കും പറ്റുകയില്ല, പക്ഷെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ഏത് സമയവും പരാതിയുമായിട്ട് കയറി ചെല്ലാം, അതൊക്കെ സമയമെടുത്ത് കേൾക്കുന്ന ഒരാളായിരുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ തന്നെയാണ് പല രീതിയിലും നെഗറ്റീവ് രീതിയിലുള്ള ഒരു വിവാദമൊക്കെ അദ്ദേഹത്തിന് മേൽ വന്നതും. അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അത് ഒരു പാഠം എന്നുള്ള നിലയ്ക്ക് ചാണ്ടി ഉമ്മൻ അങ്ങനെ നോക്കി കാണുന്നുണ്ടോ? അല്ല, ചില പാഠങ്ങളുണ്ട്, ചിലത് കാര്യമായിട്ട് എടുക്കേണ്ടതുമില്ല. പിന്നെ ഇപ്പം നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ നാടല്ലേ. അലേർട്ടാണോ ചില കാര്യങ്ങൾ? അച്ചു ആണെങ്കിലും മറയൊക്കെ ആണെങ്കിലും പൊളിറ്റിക്സിൽ ശ്രദ്ധിക്കുന്ന മുഖ്യധാരയിൽ വരുന്നില്ലെങ്കിലും ശ്രദ്ധിക്കുന്ന ആളുകളാണല്ലോ. അപ്പം എപ്പോഴെങ്കിലും എന്തെങ്കിലും ടിപ്സ് പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ ചെയ്യണ്ട എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഉപദേശം തന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഞങ്ങൾ തമ്മിൽ പൊളിറ്റിക്സ് സംസാരിക്കാറില്ല. അതിന് പിന്നെ അപ്പയുടെ മരണശേഷം ഒട്ടും അങ്ങനെ സമയം കിട്ടിയിട്ടില്ല. ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. നിങ്ങൾ തമ്മിൽ ബോണ്ട് എങ്ങനെയാ? സ്വാഭാവികമായി വന്നൊരു ചോദ്യം. സ്വാഭാവികമായിട്ടുള്ള എല്ലാം വരുന്നത്. മാധ്യമങ്ങളോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ഇപ്പം നമ്മൾ ഈ കമൻസ് ഒക്കെ നോക്കുന്ന സമയത്തെ ബൈറ്റും കാര്യങ്ങൾ നോക്കുമ്പോൾ കമൻസ് നോക്കാറുണ്ടോ? അങ്ങനെ ഏതെങ്കിലും വേദനിക്കുന്ന ഒരു കമൻസ് അങ്ങനെ പറഞ്ഞ പോലെ കമൻസ് ഇപ്പൊ ഒന്നും പ്രശ്നമില്ല. ഒന്നും പ്രശ്നമില്ല. 2013 തൊട്ട് നമ്മളിപ്പോ ശീലം കരുത്ത് വന്നു അതിലൂടെ. അങ്ങനെയാണോ? രസമല്ലേ? കമന്റ് നെഗറ്റീവ് ഇടുന്ന വരും, നമ്മളെ പറ്റിയല്ലേ ചിന്തിക്കുന്നത്. അവർ ചിന്തിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു പത്രസമ്മേളനം നടത്തി. പത്രസമ്മേളനത്തിൽ എൻ്റെ മണ്ഡലത്തിലുള്ള ആളാണ് പത്രസമ്മേളനം നടത്തിയത്. പറഞ്ഞു കാട് കയറി പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഈ കാര്യം എനിക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ചെയ്തൊരു കാര്യം പുറത്ത് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ താഴെ കമന്റ് ഇട്ടു, കമോൺ ബ്രോ. ഞാൻ അറിയട്ടെ. കിട്ടിയോ? കിട്ടിയില്ല, പുള്ളി കാണുന്നില്ലല്ലോ. പത്രസമ്മേളനം കഴിഞ്ഞിട്ടാണ് ഇട്ടത്. ഈ റാപ്പിഡ് തന്നെ പിടിച്ചിരിക്കുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രി. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതായിരിക്കും. അല്ല, എന്ത് പറയുന്നത് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഇനി മതി, അത് നിങ്ങൾ പറഞ്ഞ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ടുള്ളൂ. പദവി. അപ്പൊ ഒന്നുകൂടി ചോദിക്കാം. ഇനിയിപ്പോ CPM PB മെമ്പർ അതും വേണ്ട. അതൊക്കെ ഞങ്ങൾക്കറിയാം, ജനങ്ങൾക്കറിയാം. അത് നിങ്ങൾക്കറിയാം, പക്ഷെ ഞാൻ ഒന്നുകൂടെ ബോധ്യപ്പെടുത്തിയതല്ലേ ഉള്ളൂ. കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അത് മതി ഇവിടെ. ആ പേടിയുണ്ട്. ഓക്കെ, ഒന്നുകൂടി ചോദിക്കാം. പിണറായി വിജയൻ കർക്കശക്കാരൻ. കിട്ടി. നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാന
പൊസിഷൻ ഇല്ല, പദവിയില്ല. പദവിയില്ല. എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ പറയുന്നത് ഒന്നും പറയാനില്ല. രാഹുൽ ഗാന്ധി. സത്യസന്ധനായ മനുഷ്യൻ. വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തിന് ചില നിലപാടുകളുണ്ട്, തുറന്നു പറയുന്നവരാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ. വളരെ പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്ന നേതാവ്. വി ശിവൻകുട്ടി. ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളുണ്ടാക്കും. അബിൻ വർക്കി. വളരെ എനർജറ്റിക് ആയിട്ടുള്ള ലീഡർ. ഷാഫി പറമ്പിൽ. വളരെ ജനകീയനായ ലീഡർ. കെ ശൈലജ. കോവിഡ്. വീണ ജോർജ്. കരിങ്കുടി. കരിങ്കൊടി. വി ഡി സതീശൻ. വളരെ കർക്കശക്കാരനാണ്, പക്ഷെ അദ്ദേഹം വിചാരിച്ച കാര്യം നടപ്പിലാക്കാൻ കഴിവുള്ള കർമ്മശേഷിയുള്ള നേതാവ്. രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന് എല്ലാവരുമായിട്ട് ഇടപെടാനും എല്ലാവരെയും എന്താ പറയുക ഡീൽ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ അറിയുന്ന ഒരാൾ. കെ സി വേണുഗോപാൽ. ഈ പാർട്ടിയെ ഇന്ത്യയിലോട്ട് ശക്തിപ്പെടുത്താൻ പ്രവർത്തിക്കുന്ന നേതാവ്. ശശി തരൂർ. ഇന്ത്യൻ എന്താ പറയുക അംബാസിഡർ അക്രോസ് ദ വേൾഡ്. ഡൊണാൾഡ് ട്രംപ്. ഇപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇറാൻ യുദ്ധം കൂടെ ആയപ്പോഴത്തേക്ക് പൂർത്തിയായി. കെ സുരേന്ദ്രൻ. കെ സുരേന്ദ്രൻ എന്താ പറയുക ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതെ, ഈ ഹെയർ സ്റ്റൈല് ഇങ്ങനെയാണോ? ചീകൽ ജീവിതത്തിൽ ഇങ്ങനെ അപ്പയുടെ സ്റ്റൈല് പിടിക്കുന്നതാണോ അല്ലെങ്കിൽ അപ്പ പണ്ടേ ഇങ്ങനെ ചെയ്യുമായിരുന്നു. ഞാൻ ജീവിതത്തിലല്ലേ, ആണോ? ഞാൻ കൈവച്ചുള്ള ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? കഞ്ഞിയും പയറുമാണ് ഏറ്റവും ഇഷ്ടം. പൊതുപ്രവർത്തനത്തിന്റെ ഇടയിൽ അങ്ങനെ യാത്രക്കൊക്കെ, അതായത് പേഴ്സണലായിട്ട് ഇങ്ങനെ ഒരു ട്രാവൽ ഡെസ്റ്റിനേഷൻ ഒക്കെ വെച്ചിട്ടുള്ള യാത്രകൾക്കൊക്കെ സമയം കിട്ടാറുണ്ട്. സമയം ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കും, അതിന് ഞാൻ ഉണ്ടാക്കും. അപ്പൊ ലാസ്റ്റ് എവിടെ ഇപ്പൊ പോയപ്പോ ട്രിപ്പ്? ലാസ്റ്റ് ട്രിപ്പ് ഇപ്പോൾ പോയത് ബാംഗ്ലൂർ. ഈ പൊതുപ്രവർത്തനം മാറ്റി നിർത്തിയാൽ ഏറ്റവും ഇഷ്ടമുള്ള ചെയ്യാൻ എന്താ ഏറ്റവും ആഗ്രഹമുള്ളത്? സ്പിരിച്വൽ ആക്ടിവിറ്റീസ്. ഇപ്പം കഴിഞ്ഞ കുറച്ചായിട്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രശ്നത്തിൽ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡൻ്റായി, പക്ഷേ അദ്ദേഹത്തിൻ്റെതായ പല കുറ്റകൃത്യങ്ങൾ കാരണം കോൺഗ്രസിനെ പുറത്താക്കി. പക്ഷേ ഇപ്പോഴും MLA ആയിട്ട് തുടരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരേ സഭയിൽ MLA മാരായിട്ടുണ്ടായിരുന്ന രണ്ടുപേരാണ്. അപ്പം ഈ കോൺഗ്രസിൻ്റെ ഉള്ളിൽ പലരോടും ആളുകൾ ഈ രീതിയിലുള്ള പരാതി പറഞ്ഞിട്ടുണ്ട് എന്നാണ് അതിജീവിതമാരായിട്ട് ആളുകൾ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു എൻ്റെ അടുത്ത് ആരും ഒരു പരാതി എൻ്റെ അടുത്ത് അല്ല അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടായിരുന്നു? ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കേൾക്കാത്ത കാര്യം ഒരാളെ പറ്റി അങ്ങനെ പറയുക. ഞാനാണെങ്കിൽ ഇങ്ങനെ നമുക്കൊരു വർക്ക് എന്നുള്ളതല്ലാതെ വേറൊരു കാര്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇത് എൻ്റെ അടുത്ത് ആരും ഇതുവരെ പരാതി ഞാൻ കേട്ടിട്ടില്ല പരാതി പറയുന്നതായിട്ട്. കോൺഗ്രസിനകത്ത് ഞാൻ ആദ്യമായി സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഷോക്ക്ഡായി പോയി ഇങ്ങനെ വന്നപ്പോഴത്തേക്ക്. രാഹുൽ വിഷയം നിങ്ങളെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അത് അദ്ദേഹം പാർട്ടിയില്ലല്ലോ, പാർട്ടി അദ്ദേഹം മാറ്റി നിർത്തിയിരിക്കുക. അപ്പോഴും മണ്ഡലത്തിൽ സജീവമാകാൻ ഇറങ്ങുന്നു എന്നുള്ള വാർത്തയൊക്കെ വരുന്നുണ്ട്. അദ്ദേഹം മണ്ഡലത്തിൽ ഇറങ്ങുന്ന പാർട്ടിക്കാരനായിട്ടല്ലോ. നിങ്ങൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു ഈ ഇടയ്ക്ക് വാർത്ത വന്നിരുന്നു. അതുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ, എവിഡൻ്റ് ആണല്ലോ. കാരണം ഞങ്ങൾ സെപ്പറേറ്റ് ആണ് മത്സരിച്ചത് ആ സമയത്ത്. അതായത് നമ്മുടെ ഇൻറ്റേർണൽ ഇലക്ഷൻ നടന്ന സമയത്ത് ഞങ്ങൾ ഈ ഒറ്റയ്ക്കാണ് മത്സരിച്ചത്, ഇവരുമായിട്ട് ചേർന്നല്ല മത്സരിച്ചത്. ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ആ അഭിപ്രായ വ്യത്യാസം രാഹുൽ MLA ആയ സമയത്തും ഉണ്ടായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞ അന്നത്തെ കാര്യമാണ്, ഇന്നത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞങ്ങളങ്ങനെ അതിനുശേഷം ഇലക്ഷൻ കഴിഞ്ഞു. ഇൻറ്റേർണൽ ഇലക്ഷൻ സമയത്ത് ഞങ്ങൾ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, യാഥാർത്ഥ്യമാണ്. അത് രാഹുൽ ഷാഫിയായിട്ട് മാത്രമല്ല, ആ സെറ്റുമായിട്ട് മൊത്തം എൻ്റെ ഫാദറിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുമായിട്ട് മുഴുവനായിട്ടൊരു ഡിഫറൻസ് ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. അത് ശരിയാണ്, ഞാൻ തെറ്റ് പറയത്തില്ല. കാരണം അതുകൊണ്ടാണല്ലോ ഞങ്ങൾ സെപ്പറേറ്റ് മത്സരിച്ചത്. പക്ഷേ അന്നത്തെ കാര്യമാണ്, ഇന്നത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഷാഫിയായിട്ട് കോണ്ടാക്ട് ആവശ്യം ഞങ്ങൾ സംസാരിക്കാറുണ്ട്, കഴിഞ്ഞ പരിപാടിക്കും കണ്ടായിരുന്നു. ഞാനത് കേട്ടിട്ടുണ്ട്, ചാണ്ടിയുമ്പോ നല്ല പാട്ടൊക്കെ പാടുന്നു. ഞാൻ അന്നേ നമ്മൾ തന്നെയാണോ ജേർണലിസ്റ്റ് ചോദിച്ചപ്പോ പാടുക ചോദിച്ചപ്പോ നല്ല ആവേശത്തിൽ പാടല്ലോ. ഞങ്ങൾക്ക് അണിയറയിൽ പാരടി ഒരുക്കുന്നുണ്ടോ? പാര ഒരുക്കുന്നുണ്ട്. അവര് CPM-നുള്ള പാര, പാർട്ടിക്കുള്ളിൽ പാര വരുന്നുണ്ടെന്നാണ്. CPM-നുള്ള പാര, സീറ്റിനുള്ള പാരാന്നാ ഞാൻ കേട്ടെ. എങ്ങനെ വളച്ചൊടിക്കാൻ ചോദിച്ചു. ഞാൻ കേട്ടത് സത്യമായിട്ട്. അങ്ങനെ ഒരു പാട്ട് പാടാവും. പിന്നെയും പിന്നെയും ആരോ നിലാവത്തു പടികടന്നെത്തുന്ന പതനിസ്വനം, പിന്നെയും പിന്നെയും. കേട്ടോ, അത് പറയുമ്പോ തന്നെ പാക്കപ്പ് എന്നെ കൂടെ പാടിച്ചേ പോരാ, പാക്കപ്പ് ഇത് പൊളി യൂത്ത് അല്ല.
തല്ലുകൊള്ളി ഇരുത്താം